ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു Reshmahappyland. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ റംദാൻ ആശംസകൾ. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും ഒരു റംദാൻ സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണിത്. നമ്മുടെ അതിശയപ്പത്തിരിയാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. പിന്നെ ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ അതിശയപ്പത്തിരി ഉണ്ടാക്കാൻ പോയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫില്ലിങ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സവാള നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ, വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയ ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയില്ലേ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ്സ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ഫില്ലിങ്സ് ഉണ്ടാക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ്സ് ആണോ അതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചെറിയൊരു തക്കാളി, ഒരു 1/4 ഭാഗം തക്കാളിയും കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ നമ്മുടെ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. ഒരുപാട് ഇട്ട് അടിക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മാത്രം മതി. കീമ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല എല്ലാം ചിക്കനിലോട്ട് പിടിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടോ, ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ കീമ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ മാത്രമല്ല, നമുക്ക് ഏത് മീറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് വെള്ളം ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശേയും കൂടി വെള്ളമുണ്ട്, അതിനെ എല്ലാം നന്നായിട്ട് വറ്റണം. നല്ല ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ഫില്ലിങ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ നമുക്ക് ആ ഒരു തവി വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും, കുഞ്ഞു കുഞ്ഞു പീസായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫില്ലിങ്സ്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില കൊണ്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്സ് ആണിത്. അപ്പോൾ ഇഷ്ടമുള്ളവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് പത്തിരിക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഏകദേശം ഒന്ന് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതാ ഏകദേശം ഒന്നായി. ഇതാണ് അതിൻ്റെ ഒരു പരുവം കേട്ടോ, നമ്മുടെ ദോശമാവിൻ്റെ അതായത് പത്തിരിയുടെ ആ ഒരു പരുവം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ പത്തിരി കേട്ടോ. പിന്നെ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അതിശയപ്പത്തിരി ബേക്ക് ചെയ്യാനെടുക്കുന്ന ആ ഒരു പാത്രമില്ലേ, അതിൻ്റെ അകത്തെ ആ ഒരു അളവിനനുസരിച്ച് വേണം നമ്മൾ പത്തിരി ചുട്ടെടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വലിപ്പം കൂടി പോകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അളവിന് വേണം പത്തിരി ചുട്ടെടുക്കാനായിട്ട്.
അപ്പോൾ അത് എല്ലാ പത്തിരിയും ചുട്ടെടുത്തു. ഇനി നമുക്ക് അതിശയപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ എടുത്ത ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം വളരെ ചെറുതായ കാരണമാണ് ഞാൻ പത്തിരിയുടെ ആ ഒരു വലിപ്പം കുറച്ചത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഒരു പത്തിരി ഇടുക. അതിലേക്ക് ബീറ്റ് ചെയ്ത മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ടോട്ടലിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ ഇതിൽ ഫില്ലിങ്സ് മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ മയോനൈസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് മയോനൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ലെയറും ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ മയോനൈസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് ലെയർ നമുക്ക് ഈ പത്തിരി വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് ബാലൻസ് വരുന്ന ആ ഒരു മുട്ടയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. ഇത് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു അതിശയപ്പത്തിരി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, ആ ഒരു പാത്രം ഇതിന് മുകളിലേക്കാക്കി വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. അത് ഇതുപോലെ ഒന്ന് മറിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതും വീണ്ടും ഒരു 10 മിനിറ്റ് മാത്രം മതി. 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അതിശയപ്പത്തിരി കേട്ടോ. അപ്പോൾ നമ്മുടെ അതിശയപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു അതിശയപ്പത്തിരിയാണ് കേട്ടോ. കുറച്ചും കൂടി ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അതിശയപ്പത്തിരി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ കണ്ടിട്ടുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക് യു ആൻഡ് ബൈ.